നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവള് തിരിച്ചുപോയി ഇവളുടെ വീട്ടുകാരോട് ഇവിടെ നടക്കുന്നതൊക്കെ പറഞ്ഞ ഒരു പരാതി എഴുതി എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്ത ഈ കുടുംബം മുഴുവൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ചെന്ന് നിക്കണ്ടേ? അവനോട് മാത്രമല്ലമ്മേ, അവരോട് രണ്ടുപേരോടും കൂടിയാ ചോദിക്കേണ്ടത്. ടൂറ് പോയ സ്ഥലത്ത് വെച്ച് രണ്ടുപേരും കൂടിയാണല്ലോ നമ്മളെ പറ്റിച്ചത്. അച്ഛാ, എന്റെ അസൂയ കൊണ്ട് പറയുന്നൊന്നും അല്ല. ഇവർക്കിടയിലെ എന്തോ രഹസ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നാളെ ഒരു കൊലപാതകത്തിന് നമ്മൾ എല്ലാരും ഉത്തരം പറയേണ്ടി വരും. കേട്ടല്ലോ നിങ്ങൾ രണ്ടുപേരും. വരുൺ, എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം? എന്തായാലും നിങ്ങളത് തുറന്നു പറഞ്ഞേ പറ്റൂ. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. പറയാനുള്ളത് അധികം വൈകുകയില്ല. വരുൺ, നിൽക്കാനാ പറഞ്ഞത്. എന്താ മോളെ കാര്യം? നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല അമ്മ. വരുൺ എപ്പോഴും ദേഷ്യ. അമ്മയ്ക്ക് അറിയാലോ ഞാൻ അനുഭവിക്കുന്നതൊക്കെ. ഒന്നും ആരെ അറിയിക്കരുതെന്നാ ഞാൻ ആഗ്രഹിച്ച്. അതിനുവേണ്ടി ഏട്ടത്തി പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചു. ഈ കുടുംബത്തെ ആരും വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി ഈ കുടുംബത്തെ. എന്നിട്ട് അവള് കാര്യം എന്തെങ്കിലും പറഞ്ഞോ നോക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ സ്നേഹത്തിന്റെ പേരില് നിങ്ങളെ പറ്റിക്കാന്നാ ഇവളുടെ ധാരണ. അവന് കൊടുത്തതുപോലെ ഒരടി ഇവൾക്കും കൊടുത്താ ഇവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഉർവശിയും കൽപ്പനയും ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോണം. പുറത്തിറങ്ങി പോകാനാ പറഞ്ഞത്. മോളെ, ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നീ സഹിക്കുന്ന വേദനയുടെ ആഴം ഞങ്ങൾക്കറിയാം. പക്ഷേ അച്ഛൻ നിനക്ക് വാക്ക് തരുന്നു, ഈ പ്രശ്നം അച്ഛൻ പരിഹരിച്ചിരിക്കും. ഇനി അധികം കരയാൻ നിന്നെ അച്ഛൻ സമ്മതിക്കില്ല. എല്ലാവരും കേട്ടല്ലോ. ഇനി ഇതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.